ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പോലീസിൽ അറിയിച്ചിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആയതിനാൽ കൂടുതൽ നടപടികളിലേക്ക് പോയില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. ഹെലികോപ്റ്റർ വന്ന് ഇന്നലെ അപ്പം തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. നമ്മളപ്പം തന്നെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നെ ഫോട്ടോ നോക്കുമ്പോൾ അതിനകത്ത് ഇന്ത്യ ഗവൺമെൻറ് മുദ്രയൊക്കെ ഉണ്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വിമാനം എന്തോ കാരണത്താൽ വഴിതെറ്റി അവിടേക്ക് വന്നതാണ്. അവരപ്പം തന്നെ നമ്മൾ അറിയിക്കുകയും ചെയ്തു, ഇങ്ങനെ തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട്. യാദൃശ്യമായിട്ട് സംഭവിച്ചാണ്. കോസ്റ്റ് ഗാർഡിൻ്റേതായതുകൊണ്ട് കൂടുതലൊന്നും നമ്മൾ നടപടിയിലേക്ക് പോയില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അക്ഷയ കൃഷ്ണാനന്ദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അക്ഷയ, ഈ പറയുന്ന പോലെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആയതുകൊണ്ട് തന്നെ അസ്വാഭാവികതയില്ലെന്ന് തന്നെയാണല്ലേ നിഗമനം? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് ഇത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. ഹെലികോപ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇക്കാര്യം പോലീസിനെ വിവരമറിയിച്ചിട്ടുണ്ട്. അത് ഫോട്ടോ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആണെന്നുള്ള കാര്യം വ്യക്തമായത്. അത് വഴിതെറ്റി വന്നതാണെന്നുള്ളതും ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ADGPയെ വിവരം അറിയിച്ചിട്ടുണ്ട്. പമ്പ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ADGP അറിയിച്ചിട്ടുള്ളത്. ഒരു കൃത്യമായി അന്വേഷണം നടന്നു വരുന്നുണ്ടെന്നുള്ളതും കെ ജയകുമാർ പറഞ്ഞു. ശരി, അക്ഷയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.